എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. 1-2 മണിക്കൂർ നിങ്ങൾക്ക് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് വൈകിട്ടൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മളിവിടെ ഒരു ഉണ്ട ശർക്കര നന്നായിട്ട് ചീകിയിട്ട് എടുത്തിട്ടുണ്ട്. 150 ഗ്രാമോളം വരും ഒരു ഉണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മറയൂർ ശർക്കരയാണ്. നല്ല ശർക്കര നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടി. അപ്പോൾ ഈ ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അതിലെ കട്ടകളൊക്കെ നന്നായിട്ട് അലിഞ്ഞ്, അതുപോലെ തന്നെ ഇതിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചാണ് ഈ ശർക്കരപ്പാനി എടുക്കേണ്ടത്. ശർക്കരപ്പാനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരിച്ചിട്ട് എടുക്കാം. അതേസമയം നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി തണുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി വെച്ചിട്ടോ അരച്ചെടുക്കാം. നമ്മളിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അരയ്ക്കുന്നത്. അതുപോലെ തന്നെ ശർക്കരപ്പാനി നമ്മൾ ചൂടോട് കൂടിയിട്ടാണ് മിക്സ് ചെയ്യാനായിട്ടും എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കണമൊന്നുമില്ല. ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നുറുക്ക് ഗോതമ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിക്കുക. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഇനി കുറച്ച് അരിപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. 1 കപ്പോളം അരിപ്പൊടി നമ്മളിതിലേക്ക് എടുക്കുക. 1 കപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ കുറുകിയാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു പഴം, അതായത് റോബസ്റ്റ പഴമോ പാളയംകുടം പഴമോ ഏത് പഴമാണെങ്കിലും മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം കൂടി ഇടുമ്പം ഈ ബാറ്റർ ഒന്നുകൂടെ ലൂസാവും. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമ്മൾ കുറച്ച് നെയ്യിൽ എള്ളും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തിടാം. നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ നെയ്യിൽ വറുത്ത് ചേർക്കുന്നുണ്ട്. എള്ളും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഉണ്ണിയപ്പത്തിൽ നെയ്യിലൊന്ന് വറുത്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ മാറ്റി വെക്കാം. പെട്ടെന്ന് ചുടാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടെ കിട്ടും. അപ്പോൾ ഇനി ഉണ്ണിയപ്പക്കാരയിൽ ഒഴിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് ചെറുതിയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പഞ്ഞി പോലുള്ളൊരു ഉണ്ണിയപ്പമാണ്. നമ്മൾ സാധാരണ അരിപ്പൊടി മാത്രം വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റുമാണ് നുറുക്ക് ഗോതമ്പ് കൂടെ ചേർക്കുന്ന കാരണം. നല്ല പഞ്ഞി പോലുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം ചീത്തയായി പോകുന്നത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ആവശ്യാനുസരണം അത് ഒന്ന് ആവി കയറ്റിയോ ചൂടാക്കിയോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഒരുപാട് നാൾ അത് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്